ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളുടെ വരികളാണ്. വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. ഹബീബായ നബി തങ്ങളെ ഇരുത്തിയിട്ട് പറയാണ്, വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി, ഒരു കണ്ണും അങ്ങേക്കാൾ മനോഹരമായതൊന്നിനെ കണ്ടിട്ടില്ല നബിയെ. വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. അങ്ങേക്കാൾ സുന്ദരനായ ഒരു ജന്മത്തിന്, അങ്ങേക്കാൾ സുന്ദരമായതൊന്നിന് ഒരു പെണ്ണും ജന്മം കൊടുത്തിട്ടില്ല നബിയെ. മദീനയിലെ സ്വഹാബത്തിന്റെ മുമ്പ് നിങ്ങനെ പ്രകീർത്തിക്കാൻ എത്ര മനോഹരാണ് ആ വരികൾ. വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. വീണ്ടും പാടി, ഖുലിഖ്ത മുബറഅം മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. ഒരു ന്യൂനതയുമില്ലാത്ത പടപ്പാണല്ലോ നബിയെ അങ്ങ് ഇതുപോലെ വേണമെന്ന് അല്ലാഹുവിനോട് പറഞ്ഞിട്ട് ആ റബ്ബ് പടച്ചയച്ചതാണോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹിന്റെ രാജകുമാരൻ ഹസ്സാൻ ഇബ്നു സാബിത്ത് പുകഴ്ത്തുമ്പോൾ, മദ്ഹ് ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലുന്ന വരികളുണ്ടല്ലോ, ആ വരികളുടെയൊക്കെ എത്രയോ മേലെ നിൽക്കുന്ന വരികളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളുടെ വരികൾ. ആ വരികളൊക്കെ കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് നിർത്തിക്കോ, പറയണ്ടെന്നല്ല, അള്ളാഹു നിങ്ങളെ ജിബ്രീലിനെ കൊണ്ട് ശക്തിപ്പെടുത്തട്ടെ ഹസ്സാൻ, അയ്യദകല്ലാഹു ബിറൂഹിൽ ഖുദ്സ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കൊടുത്തു. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളുടെ കവിത മാത്രം പറയാൻ ദിവസങ്ങൾ വേണം. നമ്മുടെ ഒരു ജുമുഅ സമയത്ത് വളരെ ചെറിയ സമയം പോരാ. ഓരോ വരികളുടെയും അർത്ഥം അതിലൊരു ഭാഗത്ത് മറ്റൊരു കവിതയിൽ കാണാം, ലോകത്താരുടെ മരണം കേട്ടാലും, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം എഴുതിയ വരികളാണ്. ലോകത്താരുടെ മരണം കേട്ടാലും യാ റസൂലല്ലാഹ് എനിക്കങ്ങേ ഓർമ്മ വരുന്നു നബിയേ, എനിക്കങ്ങേ ഓർമ്മ വരുന്നു. ലോകത്താരു മരിച്ചു എന്ന് കേട്ടാലും എനിക്ക് അങ്ങയുടെ ഓർമ്മയാണ് നബിയെ. ആ സമയത്തെല്ലാം ഇല്ലാ ബഖൈതു അലൻ നബി മുഹമ്മദി, വഫാത്തായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ എന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നുണ്ട്, യാ ബിഖ്റ ആമിനത്തുൽ മുബാറകി ദിക്റുഹു, അവിടുത്തെ പരിശുദ്ധയായ ഉമ്മാങ്ങെ പ്രസവിച്ച ആ ദിവസം. സ്വഹാബത്ത് ചൊല്ലിയ മൗലിദിന്റെ വരികൾ നമ്മൾ പഠിക്കാനും അറിയാനും വേണ്ടിയിട്ടാണ് ഈ മദ്ഹ് ചൊല്ലുന്നത്. ഇങ്ങനെ തുടങ്ങിയാൽ എത്രയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കവികൾ, അവർ ചൊല്ലിയ ബൈത്തുകൾ, മഹാന്മാർ